ഓക്കെ. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാല്, പണ്ട് സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന കഥാപാത്രം ഇങ്ങനെ ലെങ്തി ആയിട്ടുള്ള ഒരു ഡയലോഗ് അടിച്ചു കഴിഞ്ഞാല് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരും ഇതേ രീതിയിൽ അത്രയും പവർഫുൾ ആയിട്ട് തന്നെ ഡയലോഗ് കൗണ്ടർ ചെയ്യും. ഉദാഹരണം ഇപ്പൊ മുരളി, അതുപോലെ തന്നെ NF വർഗീസ്, സായികുമാർ, സിദ്ദീഖ്, രതീഷ്, ദേവൻ, ഇങ്ങനെ എന്താണ് കിടിലം ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളായിരിക്കും ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ഈ പടത്തില് നിസ്താർ സേട്ടിന്റെ ഒരു MLA കഥാപാത്രമുണ്ട്. എന്റെ മോനെ, അയാള് എന്തോ ഒരു ഡയലോഗ് കണ്ടിട്ട് അവസാനം ഇംഗ്ലീഷിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ വിളിച്ച് പറയുന്നുണ്ട്. സ്മോക്കിംഗ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അങ്ങനെ പറയുന്നത് പോലെ നമുക്ക് തോന്നും. അതായത് ഒരു എഫക്റ്റ് ഇല്ല പറയുന്നതിന്. നമുക്ക് ഇങ്ങനെല്ലാം പറയേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോ. വേണ്ടി ഇതിനേക്കാൾ മിണ്ടാതിരിക്കുകയാണ്. കാരണം നിസ്താർ സേട്ടിനെ സ്ക്രീനിൽ കാണുന്ന സമയത്ത് അയാളുടെ ഒരു അഭിനയിക്കുന്ന ശൈലി, ടോണെല്ലാം കാണും. അയാളെ കാണുമ്പോഴേ നമുക്ക് എന്തോ ഒരു നെഗറ്റീവ് ഫീൽ. അതായത് ഇപ്പൊ കാർബൺ സിനിമയില്, ആ സിനിമയിലാണ് ഞാൻ ഈ ആർട്ടിസ്റ്റിനെ ആദ്യമായിട്ട് കാണുന്നത്. അതില് ഈ ഫഹദ് ഫാസിലിന്റെ വീട്ടിലേക്ക് ഇയാള് കടം കൊടുത്ത പൈസ മറ്റോ ചോദിക്കാൻ വരുന്ന സീനുണ്ട്. അപ്പോ വീട്ടിനുള്ളിലുള്ളത് ഫഹദിന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ സ്ഫടികൻ ജോർജിന്റെ കഥാപാത്രമാണ്. അത്രയും വലിയ മല പോലത്തെ മനുഷ്യനെ ഈ നിസ്താർ സേട്ടിന്റെ കഥാപാത്രം എന്താണ് വളരെ നിസ്സാരമായിട്ട് ഒരു നോട്ടത്തിൽ തന്നെ ബീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആ ആർട്ടിസ്റ്റ് ഈ പടത്തിൽ ഒരു ഡയലോഗ് പറയുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നില്ല. ഓക്കെ, അതായത് സുരേഷ് ഗോപി ഒരു വലിയ ഡയലോഗ് അടിക്കുമ്പോഴത്തേക്ക് ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റിയ ആർട്ടിസ്റ്റുകളെ കണ്ടുപിടിക്കാനായിട്ട് ഇതിന്റെ ഡയറക്ടർക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ അല്ലെങ്കിൽ എന്ത് പറയാം, ഇപ്പോ അത്രയ്ക്കും എന്താണ് കട്ടയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റിയ ആരും ഈ പടത്തിൽ ഇല്ല. ഇനി എന്താണ് ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് അത്രയും വലിയ ലെങ്തി ആയിട്ടുള്ള ഡയലോഗ് കാണുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി അത്ര വലിയൊരു സംഭവമായിട്ടൊന്നും തോന്നാറില്ല. സോ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഈ ഡയലോഗും കാര്യങ്ങളൊക്കെ മാറ്റാമായിരുന്നു. പിന്നെ ഈ സിനിമയുടെ പ്ലോട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് ക്രൈമാണ്. ബേസിക്കലി ഈ പടം ഒരു കോർട്ട് റൂം ഡ്രാമയാണ്. കോർട്ട് റൂം ഡ്രാമ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഒരു 2 വർഷം മുമ്പ് നമ്മൾ കണ്ടതാണ്. അതായത് ലാലേട്ടന്റെ പടത്തില് അറിയാലോ, പടത്തിന്റെ പേര് നേര്, ജീത്തു ജോസഫിന്റെ പടത്തില് ഒരു കോർട്ട് റൂം ഡ്രാമയെ എത്രത്തോളം എൻഗേജിങ് ആക്കാന്നുള്ളത് നമ്മൾ ആ പടത്തിൽ കണ്ടതാണ്. അതേപോലെ എൻഗേജിങ് ആക്കാനുള്ള എല്ലാ സിറ്റുവേഷനും ഈ പടത്തിലുണ്ടായിരുന്നു. പക്ഷെ ഈ പടം ഒട്ടും അത്ര വലിയ എൻഗേജിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ആവറേജ് ഫസ്റ്റ് ഹാഫ് ആണ്. അത് ഓക്കെ, ഒരുപാട് ഡ്രാമയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. നമുക്ക് വലിയ തരക്കേടില്ലാത്ത ഒരു കോർട്ട് റൂം ഡ്രാമ കിട്ടിയേനെ. പക്ഷെ നമുക്കത് മിസ്സായി. കാരണം സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഇത് വല്ലാണ്ട് എന്തൊക്കെയോ ചില പ്രശ്നങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. ഇനി ആക്ടിംഗ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപി ആസ് യൂഷ്വൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഫിസിക് ആണെങ്കിലും ആ ഒരു ഗെറ്റപ്പ് ഡൈ എല്ലാം അടിച്ച് കുട്ടപ്പനായിട്ടുണ്ട്. പിന്നെ അനുപമയുടെ അഭിനയം നോക്കിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. അത്യാവശ്യം എന്താണ്